അപ്പോൾ ഞാനും എൻ്റെ മൂത്ത നാത്തൂനും പിള്ളേരെയൊക്കെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാട്ടോ എൻ്റെ ഇളയ നാത്തൂനും ആങ്ങളെയും ഹണിമൂണൊക്കെ കഴിഞ്ഞ് കുറേ പ്ലാവും മാവൊക്കെ ആയിട്ട് തിരിച്ചു വരുന്നത്. പിന്നെ അതൊക്കെ വാങ്ങി ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് ഞാൻ നേരെ പോയത് എൻ്റെ മൂത്ത ആങ്ങളയുടെ അടുത്തേക്കാണ്. അപ്പോൾ അവൻ്റെ ഹണിമൂണിനെ കുറിച്ചൊന്ന് ചോദിച്ചറിയാൻ വേണ്ടി പോയതായിരുന്നു. ഈ സമയത്ത് ചോദിക്കാൻ പാടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ ചോദിച്ചു. അപ്പോൾ അവൻ്റെ മറുപടി അവന് ഹണിമൂൺ ഇല്ലായിരുന്നു, കാരണം അവൻ്റെ കല്യാണം ഒരു കൊറോണ ടൈമിലായതുകൊണ്ട് അവന് ഹണിമൂൺ ഇല്ലായിരുന്നു എന്നാട്ടെ പറഞ്ഞത്. അവനെ ചോദിപ്പിച്ച് വിഷമിപ്പിക്കേണ്ടായിരുന്നു എന്ന് എനിക്ക് പിന്നീട് തോന്നി. എന്നാലും സാരമില്ല. പിന്നെ ചേച്ചിയും ചേട്ടയും കൊണ്ടുവന്ന കപ്പ ബിരിയാണി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഓരോ പ്ലേറ്റിലേക്ക് ആക്കി. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് സവോളയൊക്കെ അരിഞ്ഞു. എനിക്ക് കപ്പ ബിരിയാണി എൻ്റെ ഫേവറേറ്റ് ആയിട്ട്. ഓൾറെഡി ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കണം, എന്നിരുന്നാൽ പോലും ഇത് കണ്ടപ്പോൾ തിന്നാതിരിക്കാൻ തോന്നിയില്ല. ഞാനിത് ചെയ്യുന്ന സമയം കൊണ്ട് അമ്മ ചായ ഉണ്ടാക്കാനും ചേച്ചി പുറത്തേക്ക് ഫുഡൊക്കെ കൊണ്ടുവയ്ക്കാനും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം എത്ര വലിയ വീട് പണിതാലും ഡൈനിങ് ടേബിൾ ഉണ്ടെന്ന് പറഞ്ഞാലും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഈ തിണ്ണയിലിരുന്ന് ഫുഡ് കഴിക്കുന്നത് വേറൊരു വൈബ് തന്നെയാണ് കേട്ടോ. ചേട്ടായും ചേച്ചി മൂന്നാറാട്ടോ ഹണിമൂണ് പോയത്. അപ്പോൾ അവിടെ വെച്ചെടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ കാണുമായിരുന്നു. അപ്പം ചൂട് പോണതിന് മുമ്പ് ഇത് കഴിക്കണമെന്ന് എനിക്ക് നിർബന്ധമുള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങും കേട്ടോ. അപ്പോൾ മൂത്ത നാത്തൂനുണ്ട്, ആൻറ്റിയുണ്ട്, അമ്മയുണ്ട്, ചേട്ടായി ഉണ്ട്, ഇളയ നാത്തൂനുണ്ട്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് സെബാൻ എന്തോ കറത്തി കഴിഞ്ഞപ്പോഴത്തേനും ചേട്ടായി വാങ്ങിച്ചുകൊണ്ട് പോകണം കേട്ടോ കാണുന്നത്. അങ്ങനെ സെബാൻ ഒരു സ്പൂൺ വേണമെന്ന് പറഞ്ഞപ്പോൾ അവനും വാരി കൊടുത്തു. കട്ടൻ ചായ ഉണ്ടായിരുന്നു. പിന്നെ പിള്ളേർ ഓരോരുത്തരുടെ കയ്യിൽ ഇച്ചിരി ഇച്ചിരിയൊക്കെ വാങ്ങിച്ചാട്ട് കഴിക്കുന്നത്. പിന്നെ പരിപാടിയെല്ലാം കഴിഞ്ഞ് പിള്ളേരുടെ ഡാൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അങ്ങനെ അവർ പോകാൻ ടൈമായി. അപ്പോൾ അവർക്ക് ബൈ ബൈ ഒക്കെ പറഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഒരു കുഞ്ഞ് വൈകുന്നേരം. ഓക്കെ ഗൈസ്, ബൈ.